ഹായ് ഹലോ എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ? നമുക്ക് കഴിഞ്ഞ വർഷം വന്ന നോട്ടിഫിക്കേഷനാണ്. കഴിഞ്ഞ വർഷം അവസാനം CSEB നമ്മുടെ ഒരു പുതുവത്സര സമ്മാനമായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2026 നമുക്ക് എന്താണ് ജനുവരി വരെയാണ് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആൾക്കാർ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ഉടനെ തന്നെ പൂർത്തിയാക്കിക്കൊള്ളുക. നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താണ് ഒന്ന് നോക്കിപ്പോയതിന് ശേഷം എത്രത്തോളം വേക്കൻസിയാണ് വന്നിട്ടുള്ളതെന്നും അതിനെപ്പറ്റി ഒരു എന്താണ് കൃത്യമായിട്ടുള്ളൊരു എന്താണ് അവബോധം നമുക്ക് എല്ലാവർക്കും സൃഷ്ടിച്ചെടുക്കാം. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ CSEB എപ്പോഴും നമുക്കൊരു വർഷം മിനിമം ഒരു 3 നോട്ടിഫിക്കേഷൻ എങ്കിലും വരുന്നുണ്ടല്ലേ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് പരീക്ഷകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പരീക്ഷകളുടെ പാറ്റേൺ കുറച്ച് മാറിയിട്ടുണ്ട്. 100 മാർക്കിലേക്ക് ആയിട്ടുണ്ട് പരീക്ഷകൾ. കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി ഒരു 100 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ നടത്തുന്ന ഒരു രീതി നമുക്ക് ഒറ്റ പരീക്ഷ ഇപ്പോൾ ജൂനിയർ ക്ലർക്കിൻ്റെ ഒറ്റ പരീക്ഷയിൽ നിന്നും അതിപ്പോൾ എന്താണ് നമ്മുടെ ഒരു എന്താണ് 3 ക്ലാസ് ഓഫ് സൊസൈറ്റീസിൻ്റെ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത പരീക്ഷയാണെങ്കിൽ പോലും അതിപ്പോൾ 8 പരീക്ഷകളായിട്ട് നമുക്കത് നടത്തുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ CSEB എന്താണ് അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2026 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ 2025 അവസാനത്തോടു കൂടി വന്നു. 2026 ജനുവരി അവസാനം വരെ, നമുക്ക് 22 വരെയാണ് ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ CSEB പുതുവത്സര സമ്മാനമായിട്ട് നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്താണെന്ന്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണെന്ന് മെയിനായിട്ട് നമുക്കത് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന പോസ്റ്റ് നിങ്ങൾ നോക്കിക്കൊള്ളുക. കാറ്റഗറി നമ്പർ 35/2025 ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ എന്നീ എന്താണ് തസ്തികകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, കാറ്റഗറി കോഡ് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് മറന്നു പോകാതിരിക്കുക. ഓക്കെ, കാറ്റഗറി കോഡ് 35/2025 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അസിസ്റ്റന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് തസ്തികകളിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്നല്ലെങ്കിൽ എന്താണ് ബികോം കോർപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് HDC JDC വിത്ത് ഡിഗ്രി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ എന്നീ തസ്തികകളിലേക്ക്, അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ എന്ന തസ്തികകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തവണ നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കേസിൽ നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇടുക്കി ജില്ലയുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുണ്ട്, അതുപോലെ തന്നെ എന്താണ് കോഴിക്കോടുണ്ട്, വയനാടുണ്ട്. നമുക്ക് വയനാട് 3 വേക്കൻസി ഉണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും എന്താണ് ഒരു വേക്കൻസി വെച്ചാണ് നമുക്ക് അവിടെ എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയോളൂ. കണ്ണൂർ ജില്ലയിലാണ് നമുക്ക് ബാക്കി 3 വേക്കൻസികളും വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ 3 ബാങ്കിലായിട്ട് 3 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം 7 ബാങ്കുകളിലായിട്ടാണ് നമുക്ക് ടോട്ടൽ എന്താണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ആ ഒരു എന്താണ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, 35/2025 ആണ് കാറ്റഗറി നമ്പർ. എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കാറ്റഗറി നമ്പർ 36/2025 ജൂനിയർ ക്ലർക്കിന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. ഏത് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ളത് കേട്ടോ. സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് 36/2025 എന്ന് പറയുന്നത്. ഏതൊക്കെ ബാങ്കുകളാണ് നോക്കാം. കൊല്ലത്തുണ്ട്, അതുപോലെ തന്നെ കോട്ടയത്തുണ്ട്, അതുപോലെ തന്നെ മലപ്പുറമുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ഓരോ വേക്കൻസിയും നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ശമ്പള സ്കെയിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 3 വേക്കൻസി, 2 വേക്കൻസി, 4 വേക്കൻസി അതുപോലെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് മലപ്പുറം ജില്ലയിൽ നമുക്ക് 3 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് 3 വേക്കൻസി, കണ്ണൂർ 2 വേക്കൻസി, അത് SC/STക്ക് ഒരു വേക്കൻസിയും ജനറലിന് ഒരു വേക്കൻസിയുമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാസർഗോഡും എന്താണ് 2 വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, അത് SC/STക്കാണ് കേട്ടോ കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ജൂനിയർ ക്ലർക്കിന്റെ സൂപ്പർ ഗ്രേഡിൽ നമുക്ക് മൊത്തം എത്രയാണ് 7 ബാങ്കുകളാണ്. അവിടെയും നമുക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിക്കൊള്ളുക. 37/2025 അതും ജൂനിയർ ക്ലർക്ക് തന്നെയാണ്. എന്താണ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളാണ് കേട്ടോ. സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിലേക്കും അതുപോലെ തന്നെ ക്ലാസ് 1 ബാങ്കുകളിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇത് 37/2025 എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ജില്ലാ അടിസ്ഥാനമായിട്ട് നോക്കി വരാം എത്ര വേക്കൻസി ഉണ്ടെന്ന്. തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് എന്താണ് 2 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ എന്താണ് കൊല്ലത്ത് നമുക്ക് 1 വേക്കൻസി വന്നിട്ടുണ്ട്. എറണാകുളത്ത് നമുക്ക് 2 വേക്കൻസി വന്നിട്ടുണ്ട്. അവിടെ PHന് നമുക്ക് 1 വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് വീണ്ടും നമുക്ക് എന്താണ് 2 വേക്കൻസി വന്നിട്ടുണ്ട്. അതിലൊന്ന് PH ആണ്. അതുപോലെ തന്നെ തൃശ്ശൂർ നമുക്ക് 5 വേക്കൻസികളാണുള്ളത്. മൊത്തം 3 ബാങ്കുകളിലായിട്ട് 5 വേക്കൻസിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് നമുക്ക് 2 ബാങ്കുകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നമുക്ക് ഏകദേശം എന്താണ് 6 നമുക്ക് 7ഓളം ബാങ്കുകളിലാണ് മലപ്പുറം ജില്ലയിൽ നമുക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ നമുക്ക് 2 ബാങ്കുകളിലാണ് വന്നിട്ടുള്ളത്. മൊത്തം 4 വേക്കൻസികളാണ്
ബാങ്കുകളാണ്. അതുപോലെ തന്നെ വയനാട് നമുക്ക് എന്താണ്, വയനാട് 2 ബാങ്കുകളിലാണ് നമുക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ നമുക്ക് 2 ബാങ്കുകളിലാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് നമുക്ക് ഒറ്റ ബാങ്കിലുമാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളുടെ കേസാണ് പറയുന്നത്. മൊത്തം 23 ബാങ്കുകളിലാണ് മൊത്തം 23 ബാങ്കുകളിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 37/2025 കാറ്റഗറി കോഡ്, എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇനി അടുത്ത നോക്കാം 38/2025 കാറ്റഗറി കോഡ്. അതും ജൂനിയർ ക്ലർക്കിന്റെ തന്നെയാണ്. ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള സൊസൈറ്റികളാണ് നമുക്ക് ഈ ഒരു കാറ്റഗറി കോഡിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതും നമുക്ക് ഏതൊക്കെ ബാങ്കുകളിലാണ് വന്നിരിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നമുക്കൊരു ബാങ്കുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് 2 ബാങ്കുകളുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിൽ ഒരു ബാങ്കുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നമുക്ക് 2 ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നമുക്ക് ഒരു ബാങ്കുണ്ട്. കോഴിക്കോടാണെങ്കിൽ നമുക്ക് 4 ബാങ്കുകളുണ്ട്. 4 ബാങ്കുകൾ കോഴിക്കോട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ നമുക്കൊരു ബാങ്കും, കണ്ണൂർ നമുക്കൊരു ബാങ്കുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് നമുക്ക് ഒരു ബാങ്കുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം നമുക്ക് 14 ബാങ്കുകളിലാണ് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള സൊസൈറ്റികളുടെ കാറ്റഗറിയിൽ നമുക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാറ്റഗറി കോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കിയുള്ളത് 38/2025 കാറ്റഗറി കോഡ് വരുന്നത്. ഓക്കെ, ഇനി ജൂനിയർ ക്ലർക്ക് കൂടാതെ നമുക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്കും വന്നിട്ടുണ്ട്, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഏത് ബാങ്കുകളിലാണെന്ന് നോക്കാം. ഓക്കെ, മലപ്പുറത്ത് നമുക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 39/2025 കാറ്റഗറി കോഡ് വരുന്നത്. അവിടെ നമുക്ക് മലപ്പുറം ജില്ലയിൽ നമുക്ക് 2 ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു ബാങ്കും വയനാട് ഒരു ബാങ്കും, അങ്ങനെ മൊത്തം 4 ബാങ്കുകളിലായിട്ടാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന്റെ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം 40/2025 കാറ്റഗറി കോഡിൽ നമുക്ക് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. അവിടെ നമുക്ക് 3 ബാങ്കുകളിലാണ് മൊത്തം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോടും കണ്ണൂർ ജില്ലയിലുമായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇനി അടുത്ത നോക്കാം കാറ്റഗറി നമ്പർ 41/2025 ടൈപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ്. അത് നമുക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള ബാങ്കിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ വേക്കൻസി നമുക്ക് അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാറ്റഗറി നമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. കാറ്റഗറി നമ്പേഴ്സ് എല്ലാം നമുക്കെല്ലാം ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നോക്കിക്കൊള്ളുക. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അതുപോലെ തന്നെ ബ്രാഞ്ച് മാനേജർ എന്നീ തസ്തികകളിലേക്ക് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 35/2025 മൊത്തം 7 ബാങ്കുകളിലായിട്ടാണ് നമുക്ക് അവിടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം വേക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് 9 വേക്കൻസിയാണ് കേട്ടോ, 9 വേക്കൻസി ഉണ്ട്. അടുത്തതായി ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ കേസാണ് പറയുന്നത്. അത് നമുക്ക് കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 36/2025 കാറ്റഗറി കോഡ് വരുന്നത്. അവിടെ നമുക്ക് 7 ബാങ്കുകളിലാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. പല ജില്ലകളിലായിട്ടാണ് അതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ, അതെല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി അവിടെ എത്ര വേക്കൻസി ഉണ്ട്? 19 വേക്കൻസികളാണ് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുള്ളത്. ഓക്കെ, അപ്പോൾ ജൂനിയർ ക്ലർക്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലാണ്. അവിടെ നമുക്ക് 19 വേക്കൻസിയാണ് ഈ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷനിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുതുവത്സര സമ്മാനം അത്ര ചെറുതൊന്നും അല്ല അല്ലേ. ഇനി നോക്കിയോളുക ജൂനിയർ ക്ലർക്ക് തന്നെ. അതുപോലെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളുടെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 37/2025 നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞു. അവിടെ നമുക്ക് 23ഓളം ബാങ്കുകളിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലേ. അവിടെ നമുക്ക് വേക്കൻസിയുടെ എണ്ണമോ 45 വേക്കൻസിയാണ്. സൂപ്പർ ഗ്രേഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടുത്ത സാലറി കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സ്പെഷ്യൽ ഗ്രേഡും അതുപോലെ തന്നെ ക്ലാസ് 1 ബാങ്കുകളുമാണ്. അവിടെ നമുക്ക് 45ഓളം വേക്കൻസിയാണ് വർഷത്തിന്റെ തുടക്കം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നോക്കിയോളുക അടുത്ത കാറ്റഗറി നമുക്ക് ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ കേസാണ്. അവിടെ നമുക്ക് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 37/2025 വരുന്നത്. 14 ബാങ്കുകളിലാണ് നമുക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൊത്തം വേക്കൻസിയുടെ എണ്ണം 18 അല്ലേ, 18. അപ്പോൾ HDC, JDC, അതുപോലെ തന്നെ ബികോം കോർപ്പറേഷൻ നേടിയ ആൾക്കാർക്ക് ഇത്രയും അവസരങ്ങളാണ് അല്ലേ. 9 ഉണ്ട്, 19 ഉണ്ട്, 45 ഉണ്ട്, 18 ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് ഇത്രയും വേക്കൻസികളാണ് CSEBയുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് അല്ലേ. മൊത്തം ഏകദേശം നമുക്കൊരു 100ഓളം വേക്കൻസികളുണ്ട് അല്ലേ. നമുക്കത് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 91 വേക്കൻസികളാണ് ജൂനിയർ ക്ലർക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും കൂടെ ചേർത്ത് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വർഷത്തിന്റെ തുടക്കം തന്നെ ഏകദേശം 100ഓളം വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് കാറ്റഗറി നമ്പർ 39/2025 4 ബാങ്കുകളിലാണ് വന്നിട്ടുള്ളത്. അത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4 എണ്ണമാണ്.
ഓക്കെ, ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 40/2025 ആണ് അല്ലേ. 40/2025 3 ബാങ്കുകളിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 3 വേക്കൻസിയാണുള്ളത്. അടുത്തതായി ടൈപ്പിസ്റ്റ് കാറ്റഗറിയാണ്. ടൈപ്പിസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ് 41/2025 ആണ് കാറ്റഗറി നമ്പർ. അവിടെ നമുക്ക് ഒരു വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജൂനിയർ ക്ലർക്കും അസിസ്റ്റന്റ് സെക്രട്ടറിയും കൂടെ ചേർത്ത് ഏകദേശം 90-ന് മുകളിൽ വേക്കൻസികളാണ് എന്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഇത്രത്തോളം വേക്കൻസി കിട്ടുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേസ് കാർഡും അതുപോലെ തന്നെ JCIയുടെയും പരീക്ഷകൾ നടക്കാൻ പോവുകയാണ് ഫെബ്രുവരിയിൽ. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അടുത്ത പരീക്ഷ ഉടനെ വന്നു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ CSEBയുടെ എന്താണ് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം എങ്ങനെ പോയാലും എന്താണ് 3 വേക്കൻസി മിനിമം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ പരീക്ഷകളെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പരീക്ഷയുടെ വേക്കൻസി റിപ്പോർട്ടും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും എല്ലാം ഈ ഒരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുന്നതായിരിക്കും. ആ പരീക്ഷ തീരുന്നതോടെ അതിൻ്റെ എന്താണ് ഡേറ്റും കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓരോ പരീക്ഷയും തമ്മിൽ ഏകദേശം 2 മുതൽ 3 മാസം വരെയാണ് ഇപ്പോൾ നമുക്ക് എന്താണ് സമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠനം എന്ത് ചെയ്യുക, തുടർന്നു കൊണ്ടിരിക്കുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്നാണെന്നുള്ളതാണ്. 22/1/2026 എന്ത് അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടമാക്കാതെ ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള എല്ലാവരും എന്ത് ചെയ്യുക, വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് കാറ്റഗറി നമ്പർ നോക്കി എന്ത് ചെയ്യുക, ബാങ്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ CSEBയുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കിലോട്ട് എന്താണ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും അല്ലേ. വേക്കൻസീസും അതനുസരിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നും കൂടെ നോക്കി അതിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മറന്നു പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് എവിടെയെങ്കിലും റിമൈൻഡർ ചെയ്ത് വയ്ക്കുക, മറന്നു പോകരുത്. അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് കൊടുക്കുക. നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 22/1/2026 ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ കേസ് കാർഡിന് JCI പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഇപ്പോൾ അപ്ലൈ ചെയ്യാം. നമ്മൾ ആ പരീക്ഷ കഴിയട്ടെ എന്നിട്ട് CSEB നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയൊന്നും വേണ്ട. അവസാന തീയതി ഇതാ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത് എന്താണ്, CSEB കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. CSEB കൃത്യമായിട്ട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ നോട്ടിഫിക്കേഷൻസിലും നമുക്ക് ഏകദേശം ഒരു എന്താണ് 90-100 വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് അത്രയും അവസരങ്ങളാണ് നമ്മുടെ ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഫ്രണ്ടിലേക്ക് CSEB വെച്ച് നീട്ടുന്നത്. അപ്പോൾ പുതുവത്സരത്തിൽ ഒരു പുതിയ സമ്മാനം തന്നെയാണ് CSEB തന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു നല്ലൊരു വർഷം 2026 എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു വർഷമായി മാറട്ടെ. അപ്പോൾ കൃത്യമായിട്ട് പഠനങ്ങൾ കൊണ്ടുപോകുക, ശക്തമായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസ് കൂടെ ഉണ്ടാകും. താങ്ക് യു.